ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന നീക്കവുമായി അമേരിക്ക. ചൈനയെ നിരീക്ഷിക്കുക, ഇന്ത്യയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കുക, ഇറാനെ നിലയ്ക്ക് നിർത്തുക എന്ന ഉദ്ദേശത്തോടെ അമേരിക്ക പാകിസ്ഥാനിൽ വൻ സൈനിക താവളം ഒരുക്കുകയാണ്. ആരോപണം ഇറാന്റേതാണ്. ഇറാനിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖത്തിനും പാകിസ്ഥാനിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വാദോർ തുറമുഖത്തിനും മധ്യേ സൈനിക താവളം സ്ഥാപിക്കാനാണ് അമേരിക്കയുടെ നീക്കം. ദക്ഷിണ ഇറാനിലെ സിസ്താൻ ബലോചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ചബഹാർ തുറമുഖം ഇന്ത്യ വൻതോതിൽ നിക്ഷേപവും സാങ്കേതിക പിന്തുണയും നൽകി നിർമ്മിച്ച തുറമുഖമാണ്. ഏതാണ്ട് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ നൽകിയിട്ടുണ്ട്. 2024-25 വർഷത്തിൽ ഇന്ത്യ 100 കോടി രൂപ വായ്പയും ചബഹാറിന് അനുവദിച്ചിരുന്നു. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാൻ, കസക്കിസ്ഥാൻ, ഇറാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് നേരിട്ട് കടക്കാൻ ഇന്ത്യക്കുള്ള പ്രധാന കവാടമാണ് ചബഹാർ തുറമുഖം. പാകിസ്ഥാനിൽ അപൂർവ ധാതു സമ്പത്തുണ്ടെന്ന് കരുതുന്ന, അതായത് റയർ എർത്ത് മിനറൽസിന്റെ സമ്പത്തുണ്ടെന്ന് കരുതുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പാസ്നയിൽ അമേരിക്കയ്ക്ക് ഒരു തുറമുഖം അനുവദിക്കാമെന്ന് അസീം മുനീർ ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ ഒരു പ്രപ്പോസൽ നടത്തിയിരുന്നു. എന്നാൽ ട്രംപ് ആ ഓഫർ നിരസിച്ചിട്ട് അവിടെ ഒരു വൻ സൈനിക താവളം വിന്യസിക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മിണ്ടാതെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഖമനേയിയുടെ ഉപദേഷ്ടാവ് അലി അക്ബർ വെലൈദയുടെ ആക്ഷേപം. പാകിസ്ഥാനിൽ US സൈനിക താവളം വരുന്നത് ഇറാന് കൂടി തിരിച്ചടിയാണ്. മേഖലയിലെ സൈനിക സാന്നിധ്യവും ചബഹാർ തുറമുഖത്തിനുമേൽ അമേരിക്ക കൊണ്ടുവരുന്ന സമ്മർദ്ദവും ഇന്ത്യയുടെ വ്യാപാര മോഹങ്ങൾക്ക് വിലകുന്നടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ഇത് ആശങ്കയോടെ കാണുന്ന കാര്യമാണ്. എന്തായാലും ഇറാന്റെ ഈ ആരോപണങ്ങൾക്ക് ഔദ്യോഗികപരമായി അമേരിക്കയും പാകിസ്ഥാനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.